ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന കെമിസ്ട്രി ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആസിഡിനെ കുറിച്ച് നോക്കാം. വാട്ടറിൽ ലയിക്കുമ്പോൾ ഹൈഡ്രജൻ അയോൺസ് റിലീസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസിഡ് എന്ന് പറയുന്നത്. വാട്ടറിൽ ഡിസോൾവ്ഡ് ആവുമ്പോൾ ഹൈഡ്രജൻ അയോൺസിനെ റിലീസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നത്. ആസിഡ് എന്ന വാക്ക് അസിഡസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തത്. അസിഡസ് മീൻസ് സോർ, അതായത് പുളി. ആസിഡിന്റെ പ്രോപ്പർട്ടീസിന് കാരണം മെയിൻ ആയിട്ട് അതിന്റെ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ അയോണിന്റെ സാന്നിധ്യമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ് തുടങ്ങിയവയെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ആസിഡ്സിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് ആസിഡിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആസിഡിന് എന്ത് ടേസ്റ്റ് ആണുള്ളത്? സോർ ടേസ്റ്റ്, അതായത് പുളി രുചി. എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ അയോൺസ് കാരണമാണ് അത് നാവിലെ ടേസ്റ്റ് ബഡ്സിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. ഇതിന് എക്സാമ്പിൾ ആണ് എന്ത് പറയുന്നത്? ലെമൺ ജ്യൂസ്, വിനീഗർ തുടങ്ങിയവ. ഇനി നെക്സ്റ്റ് ആസിഡിന്റെ പ്രോപ്പർട്ടിയാണ് ആസിഡ് എന്ത് ചെയ്യും? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റും? റെഡ് ആക്കി മാറ്റും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലിറ്റ്മസ് പേപ്പർ എന്താണെന്ന് നോക്കാം അല്ലേ? ലിറ്റ്മസ് പേപ്പർ ലൈക്കണിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് രാസപരീക്ഷണത്തിനുള്ള ഒരു പേപ്പറാണ്. ഇത് ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പരിശോധിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആസിഡ് സ്പർശിക്കുമ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായി മാറും. ബേസ് സ്പർശിക്കുമ്പോൾ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായി മാറും? ബ്ലൂ ആയി മാറും. അപ്പോൾ ആസിഡ്സ് ഹൈഡ്രജൻ അയോൺസ് വാട്ടറിലേക്ക് റിലീസ് ചെയ്യും. ഇത് ലിറ്റ്മസ് പേപ്പറിന്റെ ഡൈ ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റുന്നത്? ആസിഡ് റെഡ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ആസിഡിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ആസിഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റും? റെഡ് ആക്കി മാറ്റും. ഇനി ആസിഡിന്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് pH എന്ന് പറയുന്നത് എന്തായിരിക്കും? <7 ആയിരിക്കും. pH മീൻസ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ pH സ്കെയിലിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കാം, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ pH സ്കെയിലിൽ എന്താ മെഷർ ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ pH വാല്യൂ കുറയും. അപ്പോൾ അത് സ്ട്രോങ് ആസിഡായി മാറും. അപ്പോൾ ഈ pH സ്കെയിലിന്റെ വാല്യൂ 0 മുതൽ 14 വരെയാണുള്ളത്. 0നോട് pH വാല്യൂ അടുക്കുമ്പോൾ അത് സ്ട്രോങ് ആസിഡും 0യിൽ നിന്ന് അകന്നു പോകുമ്പോൾ വീക്ക് ആസിഡും ആകും. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ എ സൊല്യൂഷൻ. ആസിഡ്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ എ സൊല്യൂഷൻ. അപ്പോൾ ആസിഡ്സ് എന്തിൽ ലയിക്കും? വാട്ടറിൽ ലയിച്ചിട്ട് അയോൺസ് ഫോം ചെയ്യും. അത് അവയെ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റും. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് സൾഫ്യൂറിക് ആസിഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സൾഫ്യൂറിക് ആസിഡ് എന്തിൽ യൂസ് ചെയ്യുന്നുണ്ട്? ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്? അത് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നത്. ഇനി ആസിഡിന്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ആസിഡ് എന്തുമായി റിയാക്ട് ചെയ്യും? മെറ്റലുമായി റിയാക്ട് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ആസിഡ്സ് ഇപ്പോൾ സിങ്ക് പോലുള്ള മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനിൽ സിങ്ക് ഹൈഡ്രജനെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. എന്നിട്ട് സിങ്ക് ക്ലോറൈഡ് സൊല്യൂഷനും പിന്നെ ഹൈഡ്രജൻ ഗ്യാസും റിലീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ആസിഡ്സ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? സാൾട്ട് ആൻഡ് വാട്ടർ ഫോം ചെയ്യും. ഇത് ഏത് റിയാക്ഷനിലാണ് ഇത് നടക്കുന്നത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ. അപ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സാൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ആസിഡും ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ബേസും ആണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും
സോൾട്ടും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സോൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസിഡ് തിയറീസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ഓരോ തിയറി പ്രകാരവും ആസിഡിന് ഓരോ ഡെഫിനിഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് അറീനിയസ് തിയറി. അറീനിയസ് തിയറി പ്രകാരം ജലത്തിൽ ലയിച്ച് ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അറീനിയസ് തിയറി പ്രകാരം ജലത്തിൽ ലയിച്ച് ഹൈഡ്രജൻ അയോണുകളുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ HCl കേസ് എടുക്കുകയാണെങ്കിൽ HCl വാട്ടറിൽ പൂർണ്ണമായിട്ട് എന്താവും? ഡിസോൾവ്ഡ് ആവും അല്ലേ? ഇത് ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കും. അങ്ങനെ സൊല്യൂഷൻ എന്താക്കി മാറ്റും? അസിഡിക് ആക്കിയിട്ട് മാറ്റും. രണ്ടാമത്തെ തിയറിയാണ് ബ്രൗൺസ്റ്റഡ് ലൗറി തിയറി എന്ന് പറയുന്നത്. ഈ തിയറി പ്രകാരം ഹൈഡ്രജൻ അയോണിനെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ, അതായത് പ്രോട്ടോൺ ഡോണേഴ്സ്, ഇവയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോൺസ്റ്റഡ് ലൗറി തിയറി പ്രകാരം ഹൈഡ്രജൻ അയോണിനെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന സബ്സ്റ്റൻസ്, അതായത് പ്രോട്ടോൺ ഡോണേഴ്സ്, ഇവയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് HCl ഒരു പ്രോട്ടോണിനെ എന്ത് ചെയ്യും? വാട്ടറിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? ഈ ബ്രോൺസ്റ്റഡ് ലൗറി ആസിഡ് എന്ന് പറയുന്നത് അല്ലേ? ഡൊണേഷൻ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ HCl പ്രോട്ടോണിനെ വാട്ടറിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ H2O എന്ത് ചെയ്യും? ആ പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യും. നെക്സ്റ്റ് തിയറിയാണ് ലൂയിസ് ഡെഫിനിഷൻ. ഈ ലൂയിസ് ഡെഫിനിഷൻ പ്രകാരം ഇലക്ട്രോൺ ജോഡിയെ സ്വീകരിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ആസിഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ജോഡിയെ സ്വീകരിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബോറോൺ ട്രൈഫ്ലൂറൈഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് ബോറോണിന് 6 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആണ് അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. എന്തിനെ? ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആസിഡ്സിനെയാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ്. അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, എപ്പോഴാണ് ഒരു ആസിഡ് സ്ട്രോങ് ആവുക? അത് വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ടും അയണൈസ് ആവുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോങ് ആസിഡ്സ് എന്ന് പറയുന്നത് അല്ലേ? അതിന് എക്സാമ്പിൾ ആണ് എന്ത് പറയുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, നൈട്രിക് ആസിഡ് തുടങ്ങിയവ. ഇനി വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പാർഷ്യലായിട്ട് മാത്രമേ അത് വാട്ടറിൽ എന്ത് ആവുള്ളൂ? അയണൈസ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആസിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വീക്ക് ആസിഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എന്ത് പറയുന്നത്? അസറ്റിക് ആസിഡ്, കാർബോണിക് ആസിഡ് എന്നൊക്കെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ആസിഡ് ആണ് ഓർഗാനിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറൽ കാണുന്നതാണ്. നാച്ചുറൽ കാണുന്ന ആസിഡുകളതിനാണ് ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഇത് പൊതുവെ എങ്ങനെയായിരിക്കും? വീക്ക് ആയിരിക്കും അല്ലേ? എക്സാമ്പിൾ ആയിട്ട് സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഒക്കെ നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് മിനറൽ ആസിഡ്സ്. മിനറൽ ആസിഡ്സ് എന്ന് പറയുന്നത് പൊതുവെ എങ്ങനെയായിരിക്കും? സ്ട്രോങ് ആയിരിക്കും അല്ലേ? മിനറൽസിൽ നിന്നുമാണ് അവ ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് സൾഫ്യൂറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ നമുക്ക് പറയാം. ഇനി നമുക്ക് കുറച്ച് ആസിഡ്സിന്റെ യൂസസ് പറയാം. ഫസ്റ്റ് വൺ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതെന്താ ആസിഡാണ്? ഒരു സ്റ്റൊമക് ആസിഡ് ആണ് അല്ലേ? എന്തിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്? ഡൈജഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് സൾഫ്യൂറിക് ആസിഡ്. അത് ഈ കാർ ബാറ്ററീസിലൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യണത്. നെക്സ്റ്റ് അസറ്റിക് ആസിഡ്. ഫുഡ് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അസ്കോർബിക് ആസിഡ്. എന്താണ് അത്? വിറ്റാമിൻ സി ആണ് അല്ലേ? ഹെൽത്തിന് ബേസിക് ആയിട്ട് വളരെ അത്യാവശ്യമുള്ള ഇതാണ് എന്ത് പറയുന്നത്? അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാർബോണിക് ആസിഡ്. ഇത് സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെയാണ് ബേസിക് ആയിട്ട് കാണുന്നത്. ഇനി നമ്മൾ കുറച്ച് ആസിഡിന്റെ കുറച്ച് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നോക്കണത്. അതായത് ഫസ്റ്റ് വൺ ആണ് എന്ത് പറയുന്നത്? സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡ് അല്ലേ? സൾഫ്യൂറിക് ആസിഡിനെ നമ്മൾ എന്താ പറയുന്നത്? കിങ് ഓഫ് കെമിക്കൽസ്, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് എന്ത്? സൾഫ്യൂറിക് ആസിഡ്. പിന്നെ അതറിയപ്പെടുന്ന വേറൊരു പേരാണ് എന്ത് പറയുന്നത്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് പറയുന്നത്. ഇതെന്ത്? സൾഫ്യൂറിക് ആസിഡ് മെയിൻ ആയിട്ട് എവിടെ യൂസ് ചെയ്യുന്നത്? ബാറ്ററിയിൽ അല്ലേ? വണ്ടികളുടെ ഒക്കെ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലേ?
ഇതിൻ്റെ സൾഫ്യൂറിക് ആസിഡിൻ്റെ പിന്നെ അതേപോലെ തന്നെ ഫെർട്ടിലൈസറായിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പെട്രോളിയം റിഫൈനിങ്ങിൽ അതിനൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സൾഫ്യൂറിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സൾഫ്യൂറിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? കോണ്ടാക്ട് പ്രോസസ്സ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിന്റെ പിന്നെ അതറിയപ്പെടുന്നത് എങ്ങനെയാ? അക്വാഫോർട്ടിക്സ് എന്ന് പറയുന്നു. ഗോൾഡിന്റെയും സിൽവറിന്റെയും ഒക്കെ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്നതാണ് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ്. ഇതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഓസ്റ്റ്വാൾഡ് പ്രോസസ്സാണ്. ഈ പ്രോട്ടീൻ്റെ പ്രസൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും ഏത് ആസിഡ് യൂസ് ചെയ്യുന്നത്? നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. പ്രോട്ടീൻ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൈട്രിക് ആസിഡ് ബേസിക് ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഇത് വായുവിൽ പുകയുന്ന ആസിഡ് ആണ് എന്ത് പറയുന്നത്? നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ കുറിച്ച് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് മ്യൂറിയാറ്റിക് ആസിഡ്, സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നുള്ളത്. അപ്പം മ്യൂറിയാറ്റിക് ആസിഡ് എന്നുള്ളതും സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നുള്ളതും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പേരുകളാണ്. ഇനി സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡാണ് എന്ത് പറയുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്സിജൻ ആറ്റംസ് ഇല്ലാത്ത ആസിഡാണ് എന്ത് പറയുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡാണ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ ആൻഡ് ബി അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് മെത്തനോയിക് ആസിഡ്. പിന്നെ ഗ്ലാസിനെ ലയിപ്പിക്കാൻ കഴിവുള്ള ആസിഡാണ് അല്ലെങ്കിൽ ഗ്ലാസ് ലയിക്കുന്ന ആസിഡാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും മധുരമേറിയ ആസിഡാണ് സൂക്രോണിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളിയുടെ നീറ്റലിന് കാരണമായ ആസിഡാണ് സൾഫനിക് ആസിഡ് എന്ന് പറയുന്നത്. സൾഫനിക് ആസിഡ്. പിന്നെ റബ്ബർ പാല് കട്ടി കൂട്ടുവാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോമിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് മെത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ പ്രോട്ടീൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? അമിനോ ആസിഡ് കൊണ്ടാണ്. പ്രോട്ടീൻസ് അടിസ്ഥാന ഘടകമാണ് എന്ത് പറയുന്നത്? അമിനോ ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ 12 അതിൽ കൂടുതലോ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ഓർഗാനിക് ആസിഡാണ് ഏത്? ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ മിൽക്കിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡ്, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. അങ്ങനെ കുറേ സബ്സ്റ്റൻസും അവയിൽ അടങ്ങിയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസിഡുകളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കാണുക, ആ ക്ലാസ് കാണുക. അപ്പോൾ ആസിഡ്സ് ആൻഡ് സബ്സ്റ്റൻസസ് എന്നുള്ള ക്ലാസ് നോക്കുക ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ. നമുക്ക് ബേസിനെ കുറിച്ച് നോക്കാം. ജലത്തിൽ ഡിസോൾവ്ഡ് ആവുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോൺസ് റിലീസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ജലത്തിൽ ഡിസോൾവ്ഡ് ആവുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോൺസ് റിലീസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ബേസ് എന്ന് പറയുന്നത്. ഇനി ബേസിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിറ്റർ ടേസ്റ്റ്. ബേസിന് എന്ത് രുചിയാണുള്ളത്? കയ്പ്പ്. ഇപ്പോൾ സോപ്പൊക്കെ കടിക്കുമ്പോൾ കയ്പ്പ് ടേസ്റ്റ് അല്ലേ ഉണ്ടാവുക. പിന്നെ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്ലിപ്പറി ഓർ സോപ്പി ഫീൽ. അത് ബേസിനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒരു സ്ലിപ്പറി ഫീലിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം എന്താ? സ്കിൻ ഓയിൽസ് ആയിട്ട് റിയാക്ട് ചെയ്യണ കാരണമാണ്. നെക്സ്റ്റ് ബേസ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റും? ബ്ലൂ ആക്കി മാറ്റും. പിന്നെ ബേസിന്റെ pH വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 7 ആയിട്ടുള്ള ഏത് സബ്സ്റ്റൻസിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണു? ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യണു. അപ്പോൾ 7 മുതൽ 14 വരെയുള്ള pH വാല്യൂ വരുന്ന സബ്സ്റ്റൻസ് ഒക്കെ ഏതിൽ വരുന്നതാണ്? ബേസ് അല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞു 0 മുതൽ 7 വരെ വരണത് ആസിഡും 7 മുതൽ 14 വരെ വരണത് ബേസും 7ൽ വരണത് pH വാല്യൂ 7 വരണത് ന്യൂട്രലാണ്. അപ്പോൾ 7 വരണ pH വാല്യൂ വരുന്ന സബ്സ്റ്റൻസ് ഏതാ? പ്യുവർ വാട്ടർ. അപ്പോൾ ബേസിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 7നെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ 14നോട് അടുക്കും തോറും
pH വാല്യൂ അടുക്കും തോറും ബേസ് ക്യാരക്ടർ എന്തായിരിക്കും, കൂടും. ഇനി ബേസിൻ്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ ബേസും ആസിഡും തമ്മിൽ പ്രവർത്തിച്ചിട്ട് സോൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ബേസിൻ്റെ പ്രോപ്പർട്ടിയാണ് ബേസും ആസിഡിൻ്റെ പോലെ തന്നെ ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യും. നമ്മൾ കുറച്ച് ബേസിനുള്ള എക്സാമ്പിളുകളും അതിൻ്റെ കുറച്ച് കോമൺ യൂസേജുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പായിട്ടും ഡിറ്റർജൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഇത് ഫെർട്ടിലൈസർ ആയിട്ടും ബാറ്ററികളിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ലൈം വാട്ടർ, സിമെന്റ് അതിൻ്റെ ആവശ്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് അമോണിയം ഹൈഡ്രോക്സൈഡ് ക്ലീനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് ആണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആന്റാസിഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി പറയണത് ആസിഡിന്റെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേസ് തിയറീസും ഉണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറീനിയസ് തിയറി. അറീനിയസ് തിയറി പ്രകാരം വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകൾ നൽകുന്ന പദാർത്ഥങ്ങൾ, വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകൾ നൽകുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വാട്ടറിൽ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും, ഡിസോൾവ്ഡ് ആവും അല്ലേ. അപ്പോൾ എന്നിട്ട് സോഡിയം അയോൺസും ഹൈഡ്രോക്സൈഡ് അയോൺസും ഉണ്ടാവും. ഇത് എന്തായിരിക്കും, ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, ഇത് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. കാരണം എന്താ, പൂർണ്ണമായിട്ടും അതിൽ ഡിസോൾവ്ഡ് ആവും അത് കാരണം. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകൾ നൽകുന്ന സബ്സ്റ്റൻസിനെയാണ് ബേസ് എന്ന് പറയുന്നത്. ഏത് തിയറി പ്രകാരം, അറീനിയസ് തിയറി പ്രകാരം. നെക്സ്റ്റ് ബ്രോൺസ്റ്റഡ് ലൗറി തിയറി. ബ്രോൺസ്റ്റഡ് ലൗറി തിയറി പ്രകാരം ബേസ് എന്നാൽ എന്താണ്, ഹൈഡ്രജൻ അയോണിനെ സ്വീകരിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ. ഹൈഡ്രജൻ അയോണിനെ, അതായത് നമ്മൾ മുമ്പ് ആസിഡിന്റെ കേസിൽ എന്തൊക്കെ പറഞ്ഞു അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് പറയുന്നത്, ബേസിന്റെ കേസിൽ വരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ അയോണിനെ സ്വീകരിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ്, അതായത് പ്രോട്ടോൺ സ്വീകർത്താക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ അയോണിനെ സ്വീകരിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അമോണിയ എന്ന് പറയുന്നത് ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ്, അതൊരു പ്രോട്ടോണിനെ വാട്ടറിൽ നിന്നും എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്രോൺസ്റ്റഡ് ലൗറി തിയറി പ്രകാരം ബേസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയോണിനെ സ്വീകരിക്കാൻ കഴിയുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലൂയിസ് തിയറി. ലൂയിസ് തിയറി പ്രകാരം ഇലക്ട്രോൺ ജോഡിയെ വിട്ടുകൊടുക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസ്. ലൂയിസ് തിയറി പ്രകാരം ഇലക്ട്രോൺ ജോഡിയെ വിട്ടുകൊടുക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അമോണിയയിൽ ഇതിൽ കുറച്ച് എന്തുണ്ടായിരിക്കും, പങ്കെടുക്കാതെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അത് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൂയിസ് ആസിഡിനെ എന്ത് ചെയ്യും, കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, ഇലക്ട്രോൺ ജോഡിയെ വിട്ടുകൊടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ബേസ് ചെയ്യണത്. അപ്പോൾ ലൂയിസ് തിയറി പ്രകാരം ഇലക്ട്രോൺ ജോഡിയെ വിട്ടുകൊടുക്കുന്ന പദാർത്ഥങ്ങൾ ഇനിയാണ് എന്ത് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത്. ഇവിടെ ബേസിൽ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആസിഡിൽ എന്തായിരിക്കും, ആക്സെപ്റ്റ് ചെയ്യും. ലൂയിസ് തിയറി പ്രകാരം ആക്സെപ്റ്റ് ചെയ്യണതിനെയാണ് ആസിഡ് എന്ന് പറയുന്നത്. ലൂയിസ് തിയറി പ്രകാരം ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ജോഡിയെ വിട്ടുകൊടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത്. ഓരോ തിയറിയിലും ബേസ് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആസിഡ്. ബേസ് എന്ന് പറയുന്നതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പുകളാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രെങ്ത്തിൻ്റെ ബേസിൽ നമ്മൾ ബേസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്ട്രോങ് ബേസും വീക്ക് ബേസും ആയിട്ട്. അപ്പോൾ സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് എന്താ, കംപ്ലീറ്റ് ആയിട്ടും വാട്ടറിൽ അയണൈസ് ആവും. അപ്പോൾ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് എന്ത് ഹൈഡ്രോക്സൈഡ് അയോൺസ് ഡെവലപ്പ് ചെയ്യും. അതിന് എക്സാമ്പിളാണ് എന്ത് പറയുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവ. ഇനി വീക്ക് ബേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പാർഷ്യലായി മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, വാട്ടറിൽ അയണൈസ് ആവുള്ളൂ. അപ്പോൾ കുറച്ച് ഹൈഡ്രോക്സൈഡ് അയോൺസ് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഫോം ചെയ്യുള്ളൂ. അപ്പോൾ എക്സാമ്പിൾസ് ആണ് എന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡ്, മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവ. ഇനി ബേസിനെ സോലിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സോലുബിൾ ബേസസും രണ്ട് ഇൻസോലുബിൾ ബേസസും. ഫസ്റ്റ് വൺ സോലുബിൾ ബേസസ്. അതിനെ പറയണ മറ്റൊരു പേരാണ് എന്ത് പറയുന്നത്, ആൽക്കലി എന്ന് പറയുന്നത് അല്ലേ. അതായത് ജലത്തിൽ ലയിക്കുന്ന ബേസുകൾ അറിയപ്പെടുന്ന പേരാണ് എന്ത് പറയുന്നത്, ആൽക്കലികൾ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ
സോലുബിൾ ബേസസ് എന്ത് ചെയ്യും, വാട്ടറിൽ പൂർണ്ണമായിട്ടും ഡിസോൾവ് ആയിട്ട് ഹൈഡ്രോക്സൈഡ് അയോൺസ് ഫോം ചെയ്യും. അതിന് എക്സാമ്പിളാണ് എന്ത് പറയുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവ. ഇനി ഇൻസോലുബിൾ ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൽ അവ എന്താവില്ല, ഡിസോൾവ്ഡ് ആവില്ല, ബട്ട് ആസിഡായി റിയാക്ട് ചെയ്തിട്ട് സോൾട്ട് ഉണ്ടാക്കും. അതിന് എക്സാമ്പിളാണ് എന്ത് പറയുന്നത്, കോപ്പർ ഹൈഡ്രോക്സൈഡ്, അയൺ ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവ. ഇനി ഒറിജിൻ്റെ ബേസിൽ നമ്മൾ ബേസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ ബേസും ആർട്ടിഫിഷ്യൽ ബേസും. നാച്ചുറൽ ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രകൃതിയിൽ കാണപ്പെടുന്നത് അല്ലേ. അതിന് എക്സാമ്പിളാണ് എന്ത് പറയുന്നത്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവ. ഇനി ആർട്ടിഫിഷ്യൽ ബേസിന് എന്ന് പറഞ്ഞാൽ എന്താ, ലാബോറട്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നത്, അതാണ് ആർട്ടിഫിഷ്യൽ ബേസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവ. ആസിഡിനെയും ബേസിനെയും കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.